എല്ലാവർക്കും ക്രോസ് മീഡിയ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഞാൻ യെരുശലേമിലുള്ള നമ്മുടെ റീന ഫ്രാൻസിസിൻ്റെ വീഡിയോസ് ഈ അടുത്തിടയ്ക്കാണ് കാണുവാനിടയായത്. അങ്ങനെ കാണാറില്ല, നമ്മുടെ ചില സഹോദരന്മാർ കാണുകയും മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഈ അടുത്ത ഇടയ്ക്ക് പ്രിയ സഹോദരി പുറത്തിറക്കിയ ചില വീഡിയോസിൽ തെറിയുടെ ആദിപ്രസരമാണ് കാണാൻ പറ്റുന്നത്. തന്നെ ആരും വിമർശിക്കാൻ പാടില്ല. നോർമലായിട്ട് പ്രിയ സഹോദരി ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒന്ന് വന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ അപ്പനും അമ്മയ്ക്കും വീട്ടിലുള്ള സകലരെയും വിളിക്കുന്ന പരിപാടിയാണ് റീന ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അപ്പോഴേ തോന്നി നീ കുണ്ടനായതുകൊണ്ട് സാജു കുണ്ടൻ പുത്തമ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ പേര് നിനക്ക് ഇട്ടപ്പോഴേ എനിക്ക് തോന്നി നിന്റെ അമ്മ ഉടാപ്പിക്ക് 50 രൂപയ്ക്ക് പരിപാടി എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അത് കഷ്ടപ്പെട്ട് എന്റെ പേജിൽ വന്ന് കമന്റ് എഴുതണമായിരുന്നു നിനക്ക്. എനിക്ക് അതിൻ്റെ അടിയിൽ റീന ഭക്തരായിട്ടുള്ള ആളുകൾ വന്ന് കമൻ്റ് ചെയ്യുന്നത് കണ്ടാണ് ഇത് വല്ലാത്തൊരു അപകടമാണെന്ന് മനസ്സിലായത്. റീനയ്ക്കും യെരുശലേമിനും ഇസ്രയേലിനുമെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് കുറ്റകരമാണ്, അത് ക്ഷമിക്കാൻ കഴിയുന്നതല്ല എന്നൊക്കെ പോകുന്നു കമൻറ്റുകൾ. എന്ന് മാത്രമല്ല, റീനയ്ക്കെതിരായിട്ടും യെരുശലേമിനെതിരായിട്ടും ഇസ്രയേലിനെതിരുമായിട്ട് ആരെങ്കിലും കമൻ്റ് ചെയ്താൽ അത് വായിക്കാൻ പോലും ഞങ്ങൾ ആരും തയ്യാറാകില്ല. അങ്ങനെ വായിച്ചാൽ അത് ക്ഷമിക്കാൻ പറ്റുന്ന കുറ്റമല്ല എന്നൊക്കെ നിലയിലാണ് കമൻറ്റുകൾ പോകുന്നത്. അത് അപകടകരമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഒരു ഭക്തിയാണ്, ഒരു കൾട്ട് ഗ്രൂപ്പായിട്ട് മാറാനുള്ള സാധ്യത അതിനുണ്ട്. ആ സഹോദരി യെരുശലേമിലാണ്, അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് വിടുന്നുണ്ട്. അപ്പോൾ യെരുശലേമിനെയും ഇസ്രയേലിനെയും ഈ റീന ഫ്രാൻസിസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരോടുള്ളൊരു ഭക്തി പ്രകടനമാണ് അതിൻ്റെ ഇടയിൽ ആളുകൾ നടത്തുന്നത്. റീന എന്തു പറഞ്ഞാലും ശരിയാണെന്ന തരത്തിൽ. ഇതിനുശേഷം റീന യേശുക്രിസ്തുവിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ തെറി പറഞ്ഞതിന് ശേഷം, നല്ല ശക്തമായ തെറി ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെ പറഞ്ഞതിന് ശേഷം വളരെ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന, നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം പുള്ളിക്കാരത്തി യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു സമയത്ത് ഒരേ സമയം തന്നെ തെറിയും അതേ സമയം തന്നെ സുവിശേഷവും എങ്ങനെ പറയാൻ പറ്റും? 50 രൂപയ്ക്ക് ശരീരം വിൽക്കുന്ന കൊടുത്തു നിൽക്കുന്ന അവന്റെ ഉമ്മയുടെ വരവ്, അവന്റെ അമ്മയ്ക്ക് ജോലിയെന്ന്. അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു സിനിമ പുറത്തിറങ്ങി. നമുക്കറിയാം, ബെന്യാമിൻ്റെ നോവലാണ്, നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. അത് പൂർണ്ണമായിട്ടൊരു വ്യക്തിയുടെ ജീവിതകഥയെ അടിസ്ഥാനപ്പെടുത്തിയൊന്നും അല്ല എന്നുള്ളത് അതിൻ്റെ അണിയറക്കാർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിരൂപണ വിധേയമാക്കി ആളുകൾ പറഞ്ഞു. അപ്പോൾ അതിന് ഒരുപാട് ആളുകൾ പറഞ്ഞ അഭിപ്രായമുണ്ട്. പ്രിയ റീന സഹോദരി അതിലെ മൃഗരതി, അതിലെ കഥാനായകൻ മൃഗരതിയിലേക്ക് പോകുന്നത് അത് വലിയൊരു പ്രശ്നമായി സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്നതല്ല എന്ന നിലയിൽ ഒരു വീഡിയോ ചെയ്തു. ശരിയാണ്, മൃഗരതി നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണ്, അങ്ങേയറ്റം ആഭാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ആ നോവൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷമാണ്. തൻ്റെ ബന്ധുമിത്രാദികളുമായിട്ടും ഭാര്യയുമായിട്ടും മക്കളുമായിട്ടൊന്നും കണ്ടുമുട്ടാൻ പറ്റാതെ, ഭാര്യയുമായിട്ടുള്ള ഒരു ബന്ധവും തനിക്കില്ലാതെ പോകുന്ന അവസ്ഥയിൽ ആടുകളോടൊപ്പം ആകുന്നു തൻ്റെ ജീവിതം. അത് വായിച്ചിട്ടുള്ളവർക്കറിയാം, നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഒരു അനുഭവത്തിൽ താൻ എത്തിപ്പെടുന്ന ഒരു ആത്മസംഘർഷമാണത്. ഇപ്പം നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ അതിലെല്ലാം നമ്മൾ മാതൃകയാക്കണം എന്നുള്ളതാണോ? അല്ല. ആ നോവലിലുള്ള എല്ലാം നമ്മൾ പകർത്തണമെന്നുള്ളതാണോ? അല്ല. നോവലായാലും സിനിമയായാലും കഥയായാലും ചെറുകഥയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നത് നമ്മൾ എടുക്കുക, തള്ളിക്കളയാവുന്നത് തള്ളിക്കളയുക. അതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ആരും പറയുന്നില്ല. പക്ഷേ ഇതൊരു ആ വ്യക്തിയുടെ, ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷമായിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കതിന് മാതൃകയാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ, അത് ജീവിതത്തിൽ പകർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷമാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം, ഈ റീന ഫ്രാൻസിസ് ഇത് പറഞ്ഞതിന് ബദലായിട്ട് അതിനെ
ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർക്ക് ഒരു വീഡിയോ ഇറക്കി. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു സംഭവം. അതിന് ക്രിയാത്മകമായിട്ടൊരു പ്രതികരണം സഹോദരി കൊടുക്കാമായിരുന്നു. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെയും അദ്ദേഹത്തെയും തെറി വിളിച്ചുകൊണ്ടാണ് റീന വീഡിയോ ചെയ്തത്. നിന്റെ ഭാര്യ വല്ലവന്റെയും കൂടെ പോകുന്നുണ്ടോ, നിന്റെ മകള് വേലവന്റെ കൂടെയാ പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ തിരക്കിയാൽ മതി. റീനയുടെ കാര്യം തിരക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരണ്ട. റീനയുടെ ബെന്യാമിനും ആട് ജീവിതവും ഒക്കെ റീനയ്ക്ക് പറയാനറിയാം. പറഞ്ഞ കേട്ടോടാ. ഭാര്യ ഏതൊക്കെ പാച്ചന്മാരുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഏത് സുഡാപ്പികളുടെ കൂടെ പോകുന്നു, ഏത് ഉസ്താദുമാരുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ നിന്റെ മകൾ ഏതവന്റെയൊക്കെ കൂടെ പോകുന്നു. റീന ചേച്ചിയുടെ ആ വീഡിയോ കണ്ട് അതിൻ്റെ അടിയിൽ ചിരിക്കാൻ ഒരുപാട് പേര്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേര്, റീന എന്ത് പറഞ്ഞാലും ശരിയാണ്, റീന പറയുന്നതാണ് ശരി എന്നും പറഞ്ഞ് കമൻ്റ് അടിക്കുന്ന ഒരുപാട് ആളുകൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യെരുശലേമിനും റീനയ്ക്കും ഇസ്രയേലിനുമെതിരെ ആരുമൊന്നും മിണ്ടരുത്, അത്തരത്തിലുള്ള കമൻറ്റുകളും താഴെ വരുന്നു. അത് അപകടകരമാണ്. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ആരാധനയിലേക്ക് അത് പോവുകയാണ്. റീന ചേച്ചി പറയുന്നൊരു ന്യായം എന്താണെന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വളരെ നിശിതമായി തന്നെ ദുഷ്പ്രവണതകളെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കഠിനമായ ഭാഷയിൽ ശരിയാണ്. പഴയ നിയമപ്രവാചകന്മാർ കഠിനമായ ഭാഷയിൽ ചില സമയങ്ങളിൽ ട്രോളായിട്ടൊക്കെ അവർ വിമർശിക്കുന്നുണ്ട്, കഠിനമായ ഭാഷയല്ല. പക്ഷേ അവർ വിമർശിക്കുന്നത് ഒരു ആശയത്തെയായിരുന്നു. ഏതെങ്കിലും വ്യക്തികളുടെ അപ്പനെയോ അമ്മയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ ചേർത്ത് ആഭാസകരമായ നിലയിൽ തെറി പറഞ്ഞുകൊണ്ടല്ല പ്രവാചകന്മാരാരും തങ്ങളുടെ ശുശ്രൂഷ നിർവഹിച്ചത്. അത് റീന ചേച്ചി പഠിക്കണം. മറ്റൊരു കാര്യം, റീന ചേച്ചി പറയുന്ന റീന ഫ്രാൻസിസ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, റീന അലക്സ് എന്നായിരുന്നു നേരത്തെ. എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയത്തില്ല. അത് വ്യക്തിപരമായ കാരണങ്ങളാണ്, അത് പോട്ടെ. അപ്പോൾ റീന ചേച്ചി പറയുന്നൊരു കാര്യം, യേശു വാളെടുക്കാൻ പറഞ്ഞത് അന്ത്യകാലത്തേക്ക് വാളെടുക്കാൻ, നമ്മൾ വാളെടുത്ത് പോരാടണം എന്നുള്ളതിൻ്റെ കാര്യമാണ് യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ആണോ? യേശു വാളെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വാളെടുക്കാൻ ആ സമയത്ത് യേശു പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുള്ള പ്രവാചകൻ്റെ തിരുവെഴുത്തുകൾ നിവൃത്തിയാകാനാണ്. ചില ദൈവശാസ്ത്ര ചിന്തകന്മാർ പറയുന്ന മറ്റൊരു കാര്യം, അവരങ്ങനെ പോകുന്ന യാത്രയിൽ ചില വന്യമൃഗങ്ങളുടെ മറ്റ് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, അതുകൊണ്ടാണ് വാളെടുക്കുവാൻ യേശു പറയുന്നത്, അത് വാൾ കയ്യിൽ കരുതിക്കൊള്ളുവാൻ യേശു പറയുന്നത് എന്നുള്ള ചില ദൈവശാസ്ത്ര ചിന്തകന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ശരിയാകാം. പക്ഷേ അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ വേണ്ടിയാണ്. പത്രോസിനോട് വാൾ ഉറയിലിടുവാനാണ് പറയുന്നത്. വാളെടുക്കുന്നവൻ വാളാൽ എന്നുള്ള കൃത്യമായൊരു സന്ദേശം യേശു അവിടെ നൽകുന്നുണ്ട്. വാളുകൊണ്ട് പ്രചരിപ്പിക്കേണ്ട ഒരു മതമല്ല ക്രിസ്ത്യാനിറ്റി, അങ്ങനെ ഒരു ആശയമല്ല ക്രിസ്ത്യാനിറ്റി. അങ്ങനെയാണെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ശേഷം ആദ്യം തന്നെ പറയേണ്ടത് എന്തായിരുന്നു? നിങ്ങൾ വാളുകൊണ്ട് ഈ ആശയത്തെ പ്രചരിപ്പിക്കണം, ഇതിലേക്ക് ചേരാൻ വിസമ്മതിക്കുന്നവരെ കൊല്ലണം, വാളിനിരയാക്കണമെന്നായിരുന്നു. അല്ല, യേശു പറഞ്ഞത് ഈ മാർഗത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനാണ്, പഠിപ്പിക്കുവാനാണ്, പറഞ്ഞുകൊണ്ടിരിക്കുവാനാണ്. ഇത് പരിവർത്തനപ്പെടുത്തും, ഇത് രൂപാന്തരപ്പെടുത്തും. അങ്ങനെ ക്രിസ്തു മൂലം ആളുകൾ രൂപാന്തരപ്പെട്ട് പുതിയ മനുഷ്യരായിട്ട് മാറും. അപ്പോസ്തലന്മാരെ നോക്കുക, അവർ വാളെടുത്തുകൊണ്ടാണോ പോരാടിയത്? അല്ല, അവർ യേശു ക്രിസ്തുവിനെ തെരുവുകളിൽ പ്രസംഗിച്ചു, സംവാദങ്ങൾ നടത്തി. അവരുടെ പ്രസംഗങ്ങൾ മൂലം, എഴുത്തുകൾ മൂലം, സംവാദങ്ങൾ മൂലം ആളുകൾ പരിവർത്തനപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ റീന ചേച്ചി ബൈബിൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. യെരുശലേമിൽ പോയതുകൊണ്ടോ ഇസ്രായേലിൽ പോയതുകൊണ്ടോ 10 വാക്ക് ഹിബ്രു അറിയാവുന്നത് കൊണ്ടോ ബൈബിളിൻ്റെ കോൺടാക്സ്റ്റ് പിടികിട്ടണമെന്നില്ല. ഇനി റീനയെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് പറയുന്നത്, റീന ബൈബിൾ ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ബൈബിളിൻ്റെ കമൻട്രികൾ നിങ്ങൾ പരിശോധിക്കണം. തിരുവെഴുത്ത് എന്താണെന്ന് പറയുന്നതെന്ന് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെയും വാക്കുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കണം. റീന പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചിന്തയിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോകരുത്. അതൊരു കൾട്ട് വിശ്വാസമാണ്, വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനയാണ്. എന്താണെങ്കിലും തെറി പറയുന്നത്, പ്രത്യേകിച്ച് റീനയെ പോലുള്ള യൂട്യൂബേഴ്സിന് അത് ഭൂഷണമായ കാര്യമല്ല. തെറി പറഞ്ഞുകൊണ്ട് റീച്ചേഴ്സിനെ കൂട്ടുന്നതും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അതൊരു വ്യക്തിയുടെ, ഏത് വ്യക്തിയുമാകട്ടെ, ഞാൻ ഇപ്പോൾ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ കാര്യം മാത്രമല്ല പറയുന്നത്, റീനയുടെ വീഡിയോയുടെ അടിയിൽ അതിനെതിരായിട്ട് വന്ന് കമൻ്റ് ഇടുന്ന എല്ലാവരോടും തെറിയാണ് പറയുന്നത്. വീട്ടിലിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അതല്ല ശരിയായിട്ടുള്ള പ്രതികരണം. ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകട്ടെ. നിങ്ങൾ ട്രോളുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ട്രോളുക.
നിങ്ങളതിന് മറുപടി കൊടുക്കുക, നിങ്ങളുടെ ന്യായം നിരത്തുക. അതാണ് ക്രിസ്തീയത. അത് സഹോദരി പഠിക്കേണ്ടിയിരിക്കുന്നു. തെറി കൊണ്ട് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. യെരുശലേമിലെ റീന സഹോദരിയുടെ ആട് തെറിയാട്ടത്തിന് അവസാനം കാണേണ്ടിയിരിക്കുന്നു. ഈ തരത്തിലുള്ള ആട് തെറിയാട്ടമാണ് തുടരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. റീനയെ പിന്തുടരുന്നവർ വലിയൊരു അപകടത്തിലാണ്. നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയേണ്ടിയിരിക്കുന്നു, ബഹിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഷയാണോ റീന പറയുന്നത്? അല്ല. നമ്മുടെ വീട്ടിലുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഷയാണോ? അല്ല. ഞാനിത് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്നവരുടെയും ഒരുപക്ഷെ തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ പുറത്തിറക്കിയേക്കാം, അറിയാം. വീട്ടിലിരിക്കുന്നവരെ പറയുന്നതാണ് ചേച്ചിയുടെ ഒരു ഹോബി, പറഞ്ഞേക്കാം. അതിന് ഞാൻ മറുപടി പറയത്തില്ല. പക്ഷേ ഇതൊരു സതുദ്ദേശപരമായിട്ടുള്ളൊരു തിരുത്തലാണ്. സഹോദരി, അന്ത്യകാലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മിനിസ്ട്രി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അന്ത്യകാലം? എബ്രായ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുത്രൻ മുഖാന്തരം ഈ അന്ത്യകാലത്തിലേക്ക് എന്ന് പറയുന്നുണ്ട്. അന്ത്യകാലം സഹോദരി പറയുന്നൊരു അന്ത്യകാലമല്ല. അത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ അന്ത്യകാലത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം എന്നാണ് പറയുന്നത്. അതെന്നാണപ്പോൾ? എപ്പോഴാണ് അന്ത്യകാലം തുടങ്ങുന്നത്? അതൊക്കെ ചേച്ചി പോയി പഠിക്കണം. ചേച്ചി ഒരു വല്ലാത്തൊരു ഭീതിയിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ യുദ്ധം ഉണ്ടാകും, അങ്ങനെ അവർ തമ്മിലടിക്കും, അങ്ങനെ ഇത് ഇല്ലാണ്ടാകും, അങ്ങനെ ഇപ്പം തന്നെ മിശിക വരാൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്നു, സമയം പ്രഖ്യാപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരുടെ വീഡിയോസ് കണ്ട് വാക്കുകൾ കേട്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. ശരിയായി തിരുവെഴുത്തുകൾ വെച്ച് പരിശോധിക്കണം. റീന ചേച്ചിയുടെ അവസാനമായിട്ട് പറയുന്നു, തെറിയാട്ടം കൊണ്ട് അധിക സമയം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ ഫോളോവേഴ്സ് കുറയും, നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ കുറയും എന്ന് മാത്രമല്ല, സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.